നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഒരു വർഷത്തിൽ ഒരു 50% നേട്ടമൊക്കെ നേടിത്തരാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കേണ്ട, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലും മറ്റുള്ള വീഡിയോയിലും നമ്മൾ പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ടെക്നിക്കിൻ്റെ പേര് ക്യാഷ് സെക്യൂർഡ് പുട്ട് എന്നാണ്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിലുണ്ട് എന്ന് കരുതുക. 4-5 ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് കയ്യിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പറ്റുക. അതുപോലെ ഒരു 60-70,000 രൂപ മാർജിനായിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ മൊത്തത്തിലൊരു 5-5 ലക്ഷം രൂപയുള്ള ആളുകൾക്കാണ് ഈ ടെക്നിക്ക് പറ്റുക. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റോക്കിൻ്റെ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക വഴി നമ്മളൊരു പ്രീമിയം കളക്ട് ചെയ്യുകയും ആ പുട്ട് ഓപ്ഷൻ എക്സിക്യൂട്ട് ആവാതെ എക്സ്പയർ ആകുമ്പോൾ നമുക്ക് ആ പ്രീമിയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തത്വം. ഇത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവുമൊന്നും വേണ്ട, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇതിൽ പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളിൽ ഉള്ള പുട്ട് ഓപ്ഷനുകൾ സെല്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്യാഷ് സെക്യൂർഡ് പുട്ട് എന്ന് പറയുന്നത്. അതിനെ എങ്ങാനും അത് തെറ്റായി പോയി കഴിഞ്ഞാൽ അത് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷും ഉണ്ടാവണം. അതുകൊണ്ട് ആണ് ഇതിനെ ക്യാഷ് സെക്യൂർഡ് പുട്ട് എന്ന് പറയുക. ഒരു ബുൾ മാർക്കറ്റിലോ, അതായത് ഒരു കയറി പോവാൻ സാധ്യതയുള്ള ഒരു ബുൾ മാർക്കറ്റിലോ, അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിലോ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണ് ഈ ക്യാഷ് സെക്യൂർഡ് പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ ഇന്നത്തെ ഒരു പ്രൈസിൽ നിന്ന് 10% താഴ്ന്നിട്ടുള്ള ഒരു പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഇന്നത്തെ ഒരു പ്രൈസ് 2000 റേഞ്ചാണ്. അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ് 1800. അപ്പോൾ റിലയൻസ് സ്റ്റോക്ക് 1800. ഈ മാസത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പയറി കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് മെയ് മാസത്തെ എക്സ്പയറി കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയ് മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് എക്സ്പയറി കോൺട്രാക്റ്റ് അവസാനിക്കുക. അതായത് റിലയൻസിൻ്റെ മെയ് മാസത്തിലെ 1800 എന്ന് പറഞ്ഞിട്ടുള്ള പുട്ട് ഓപ്ഷൻ, അതായത് മാർക്കറ്റ് താഴ്ന്ന് വരും എന്ന് കാണുമ്പോൾ വാങ്ങുന്നതാണ് പുട്ട് ഓപ്ഷൻ. അതേപോലെ തന്നെ മാർക്കറ്റ് കയറുകയോ സൈഡ് വൈസ് ആയിട്ട് പോവുകയോ ചെയ്യുമ്പോൾ വിൽക്കുന്നതിനെയാണ് ഈ പുട്ട് ഓപ്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒന്നുകിൽ കയറും അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിട്ട് പോകുമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, റിലയൻസ് പ്രത്യേകിച്ചും സൈഡ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ മുകളിലേക്ക് പോകാൻ സാധ്യത നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ 2000 നിൽക്കുന്ന റിലയൻസിൻ്റെ 1800 പുട്ട് ഓപ്ഷൻ ആ മാസത്തെ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ റിലയൻസ് നമുക്ക് ഓപ്ഷൻസ് കോൺട്രാക്റ്റിൽ 250 എണ്ണമുള്ള ലോട്ടുകളായിട്ടാണ് വാങ്ങാനും വിൽക്കാനും പറ്റുക. അതായത് എങ്ങാനും ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾക്ക് അനുകൂലമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 250 ഷെയർ വാങ്ങാനുള്ള പൈസയായിട്ടുള്ള 250 × 1800 4,50,000 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. അത് നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആർബിട്രാജ് മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ കീപ്പ് ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് എടുത്ത് നമുക്ക് തോന്നുകയാണ് റിലയൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല, താഴേക്ക് വളരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എക്സ്പയർ ആവുന്ന സമയത്ത് അത് ആ പൈസ നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് 250 റിലയൻസ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കുകയാണ് റിലയൻസ് 10% താഴാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ 16 രൂപയാണ് ഒരു ഷെയറിന് നമുക്ക് കിട്ടുക. അപ്പോൾ 16 × 250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 രൂപ നമ്മൾക്ക് നമ്മളുടെ പ്രീമിയമായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ പറയുകയാണ് 4000 രൂപ മേടിച്ചിട്ട് നമ്മൾ പറയുകയാണ് 1800 താഴെ റിലയൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ 250 ഷെയർ 1800 രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് പറയുകയാണ് ഈ കോൺട്രാക്റ്റിലൂടെ ചെയ്യുന്നത്. ഇൻ കേസ് ഈ റിലയൻസ് 1800 വന്നില്ല, 1801 അതിൽ മേളിലോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾക്ക് ഈ 4000 രൂപ എടുക്കാം, ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ വില 0 അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ബുൾ മാർക്കറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ
നമ്മൾക്ക് ഈ സ്റ്റോക്ക് മേലിലേക്ക് പോകുമല്ലോ അല്ലേ. അപ്പോൾ മേലിലേക്ക് പോകുന്തോറും ഈ പുട്ടിൻ്റെ വില കുറഞ്ഞു വരും. അപ്പോൾ അവസാനത്തെ വ്യാഴാഴ്ച ഇതിൻ്റെ വില ഈ റിലയൻസിൻ്റെ വില 1800 മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ പുട്ട് കോൺട്രാക്റ്റിൻ്റെ വില 0 ആയിട്ട് മാറും. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള 4000 രൂപ നമ്മൾ പോക്കറ്റിലിരിക്കും. അതേസമയം തന്നെ റിലയൻസ് എങ്ങാനും 1800 പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ റിലയൻസിൻ്റെ ഈ ഷെയറുകൾ 1800 രൂപയ്ക്ക് 250 ഷെയർ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ റിലയൻസ് പോലുള്ള കമ്പനികൾ ഒരു ലോങ് ടേമിലേക്ക് നല്ല ഗ്രോത്ത് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനികളായതുകൊണ്ട് തന്നെ ഈ 1800 രൂപ നല്ലൊരു ബൈയിങ് പ്രൈസ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാഷ് സെക്യൂർഡ് പുട്ട് വഴി നമ്മൾ എങ്ങാനും നമ്മളുടെ കോൾ റോങ് ആയി പോയാലും നമ്മൾക്ക് അത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അത് ഭാവിയിൽ 2000-2500 വരുമ്പോൾ കൊടുത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇതെപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എനേബിൾ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ്, നല്ല ലിക്വിഡിറ്റി ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ റിലയൻസോ SBIയോ പോലുള്ള സ്റ്റോക്കുകളിൽ സ്വന്തം റിസ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് റുപ്പി മങ്ക് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ്. കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക.